പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ പറയുകയാണ്, ഞാൻ ഒരാളുടെയും ആർമിയോ അല്ലെങ്കിൽ ഒരാളുടെയോ ഫാമിലിയോ ഒന്നുമല്ല. ബിഗ് ബോസ് ആരാണ് നല്ല രീതിയിൽ കളിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യും. അവർ തന്നെ കപ്പടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 2-3 ആഴ്ച മുമ്പ് വരെ അനുമോളായിരുന്നു നല്ല രീതിയിൽ കളിച്ചത്. അനുമോള് കപ്പടിക്കട്ടെ എന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് കപ്പടിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്, അതായത് ഇപ്പോൾ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? അയാൾ തന്നെയാണ്. ഏതായാലും അയാളെ കപ്പടിപ്പിക്കത്തില്ല, ഞങ്ങൾ അതിനെതിരെ പോരാടും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ അനുമോളുടെ ഫാമിലി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ പറയുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഇതാണ്. അതായത് അനീഷിന്റെ സഹോദരന്റെ നേതൃത്വത്തിൽ ഭയങ്കരമായിട്ട് മോശക്കാരിയാക്കുകയാണ് തൻ്റെ സഹോദരിയെ, അവൾക്കൊരു ജീവിതമുണ്ട് വെളിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ സഹോദരിയോട് പറയാം, അതായത് ഒരാളെയോ രണ്ടാളെയോ മാറ്റാൻ കഴിഞ്ഞേക്കും. ഒരാൾ പറയും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അനുമോള് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേ ആൾ പറയും കളിക്കുന്നില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരാളുടെ ഇഷ്ടമാണ്. അതായത് ആരാണ് നല്ല രീതിയിൽ കളിക്കുന്നത് അവർക്ക് അവിടെ സപ്പോർട്ട് കിട്ടും. ഇപ്പൊ അനുമോളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അനുമോൾക്ക് തെറ്റുപറ്റിയത് എവിടെയാണ്? എനിക്ക് തോന്നുന്നത് അനുമോൾ 50 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ആദില നൂറമാരുടെ ഒരു അടിമയായി മാറി എന്നുള്ളതാണ്. ആദില നൂറമാരെ പലർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇഷ്ടക്കുറവ് അനുമോളോടും ഉണ്ടായി. ഇപ്പൊ ഷാനവാസിനെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെടാത്തത്? ഷാനവാസിന് പെങ്ങൾ പാസം കൂടുതലായി, പെങ്ങന്മാരോടുള്ള സ്നേഹം ഇരട്ടിച്ചു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എന്ത് ചെയ്തു? ഷാനവാസിനെയും കൈവിടാൻ തുടങ്ങി. ഇപ്പോഴവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് മാത്രമാണ്. ഒറ്റ കൊമ്പനായിട്ട് തന്നെയാണ് അനീഷ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനീഷിന് വോട്ടുകൾ കൂടും, പിന്നെ എന്ന് പറഞ്ഞാൽ അനീഷിന് ഫെയിം കൂടും. ഇപ്പൊ ഞാനടക്കമുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചത് ബിഗ് ബോസ് വിന്നർ ആകുന്നത് അനുമോള് തന്നെയാണെന്നാണ്. പിന്നെയാണ് ആ ഞെട്ടിക്കുന്നൊരു സത്യം മനസ്സിലാക്കിയത്. അതായത് അനുമോള് തന്നെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, കണ്ടന്റ് കൊടുക്കുകയാണ് എൻ്റെ ജോലി, എനിക്ക് തരുന്ന ശമ്പളം അത്രയും ഉണ്ട്, അതുകൊണ്ട് തന്നെ കണ്ടന്റ് എനിക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണമെന്ന്. അത് എല്ലാ സീസണിലും അങ്ങനെ തന്നെയാണ്. കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരെ ബിഗ് ബോസ് കൊണ്ടുവരും, അവർക്കൊരിക്കലും ട്രോഫി കൊടുക്കത്തില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഇപ്പോൾ ഈ രജിത് കുമാറിന്റെ ഒക്കെ സീസണിൽ നമ്മുടെ ഈ മഞ്ജു പത്രോസിനെയാണ് ഈ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അവർക്ക് നല്ല സാലറി കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ട്രോഫി കൊടുക്കത്തില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ കണ്ടന്റ് മേക്കേഴ്സ് ആയിട്ട് കുറച്ച് ആൾക്കാർ ഇവർ കയറ്റി വിടാറുണ്ട്. ഒരിക്കലും അത് ട്രോഫി കൊടുത്തിട്ട് ഇവരെങ്ങനെ സന്തോഷിപ്പിച്ച് വിടാനൊന്നുമല്ല. പിന്നെ ബൈ ചാൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ട്രോഫീൻ്റെ അടുത്ത് എത്തിപ്പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അനുമോൾക്ക് ഒരിക്കലും ട്രോഫി കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമേ ഇല്ല. അനുമോള് തന്നെയോ പറഞ്ഞിട്ടുണ്ട്, കണ്ടന്റ് കൊടുക്കുകയാണ് എൻ്റെ ജോലി. അതിനെതിരെ ലാലേട്ടൻ പോലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യമൊക്കെ നല്ല രീതിയിൽ കളിച്ച അനുമോള് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ആദില നൂറമാരുടെയും പിന്നെ അനാവശ്യമായിട്ടുള്ള കരച്ചിലും അതുപോലെ പ്ലാസ്റ്റിക് കുഞ്ഞമ്മയും കൊണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വെറുപ്പിക്കൽ തന്നെയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ അനുമോള് കരയുകയാണ്. ജിസൈലിന്റെ ഫാമിലി വന്നു, അനുമോള് കരയാൻ തുടങ്ങി. ഇനി അനുമോളിന്റെ ഫാമിലി വരുമ്പോഴേക്ക് അനുമോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ കരച്ചിലും പിഴിച്ചിലും എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് ലേഡി എന്നുള്ള ഇതിൽ പെട്ടതല്ല, നല്ലതല്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും നാളായില്ലേ ഫാമിലിയെ മിസ് ചെയ്യില്ലേ? എടോ, ഫാമിലിയെ മിസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വീട്ടിലേക്ക് വരെ വിളിക്കാൻ കഴിയാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ഇന്ത്യയിൽ ഉപേക്ഷിച്ച് പോയിട്ട് 2 വർഷത്തിന് ശേഷം അവരെ കാണുന്ന മാതാപിതാക്കൾ വരെയുണ്ട്. അവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കരഞ്ഞ് നിലവിളിക്കാറില്ല. ഇതൊരുമാതിരി എല്ലാവരും പറയുന്ന പോലെ ഈ അനുമോള് മാത്രം കരഞ്ഞാൽ എന്താ ഇങ്ങനെ, ബാക്കിയുള്ളവരും കരയുന്നുണ്ടല്ലോ, എല്ലാവരെയാന്ന് പറയുന്നത്. ഈ കരയുന്നവന്മാരെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ്, ഇതൊരു ഊളത്തരം തന്നെയാണ്. ഇനി ആര് കരഞ്ഞു കഴിഞ്ഞാലും, ജിസയിൽ കരഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിസയിൽ കരയുന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി എനിക്ക് എൻ്റെ കണ്ണിൽ കുരുവായതുകൊണ്ടാണോ എന്നറിയില്ല, ജിസയിൽ കരയുന്ന ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും നോക്കാം ജിസയിൽ കരയോ എന്ന്. അപ്പൊ ജിസൈലിന്റെ ഫാമിലി കയറിയിട്ടുണ്ട്, ഫാമിലി കയറുമ്പോൾ തന്നെ ജിസയിൽ കണ്ടിട്ടുമുണ്ട്. പിന്നെ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കുകൾ അതിനോടും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അതായത് ഫാമിലി വന്നിട്ട് പിന്നെ ഫാമിലിന്റെ മുന്നിൽ വെച്ചിട്ട് എന്തിനായി ടാസ്ക് ഒക്കെ, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി അനുമോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അനുമോള് പിന്നെ എന്താ പറയുക, അനുമോളെ ഉപദ്രവിക്കുന്നത് അനീഷിന്റെ ഗ്രൂപ്പാണ്. അനീഷിന്റെ ഗ്രൂപ്പ് കാരണമാണ് അനുമോൾ ഇങ്ങനെ നെഗറ്റീവായി പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ്. അതിൽ വന്നു കഴിഞ്ഞാൽ അത് അനീഷിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴെല്ലാവർക്കും അറിയാം, അനുമോളുടെ സഹോദരിക്കും നല്ല രീതിയിലുള്ള വിഷമം ഉണ്ടാകും. എന്താണെന്ന് വെച്ചാൽ കപ്പിനും ചുണ്ടിനും അടുത്താണ് വെച്ചിരിക്കുന്നത്. അത് അവിടെ നിന്നാണ് അനുമോള് താഴേക്ക് പോയിരിക്കുന്നത്. അനുമോളൊക്കെ തന്നെയാണ് കപ്പ് എന്ന് നമ്മളെല്ലാവരും ഒരു 40ാമത്തെ ദിവസം ഉറപ്പിച്ചതാണ്. ഇനി ഇതിനു മേലേക്ക് ആൾക്കാർ വരാനില്ല എന്ന്. പക്ഷെ ഞെട്ടിക്കുന്ന പിന്നീട് ഒരു ഗെയിമാണ് വന്നത്. ആ ഗെയിമിൽ എന്ന് പറഞ്ഞാൽ അനുമോള് പുറകോട്ട് പോയി. ഇത് ബിഗ് ബോസിന്റെ കളിയാണ്, ഇത് നമ്മളെ കളിയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും പറഞ്ഞാൽ ലൈവിൽ നടക്കുന്ന സംഭവമാണ്. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ കാണിക്കുന്നതല്ല. ബിഗ് ബോസിന് ഒരാളെ നെഗറ്റീവ് ആക്കണമെങ്കിൽ നെഗറ്റീവ് ആക്കാം. ഇപ്പൊ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പലരും പറയുന്നത് എന്താ, ഞങ്ങളുടെ കണ്ടന്റ് ഒന്നും വെളിയിൽ വന്നിട്ടില്ല, ഞങ്ങളുടെ കണ്ടന്റ് വെളിയിൽ വന്നിട്ടില്ല. അവിടെ പലതും പറയുന്നുണ്ട്.
അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് പുറത്തു വിടുന്നത്, അതാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഒരിക്കലും ഇതല്ല. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നിപ്പോൾ അനുമോളുടെ എന്താ പറയണ്ടേ ശത്രു എന്ന് പറയുന്ന ഒരുത്തനെ കൊണ്ടുവന്നു. അവനെ കൊണ്ടുവന്നത് തെറ്റാണെന്ന് ഞാൻ ഇന്നും അന്നും പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അനുമോളെ പോലെയുള്ള ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അനുമോള് കണ്ടോട്ടെ, കണ്ടിട്ട് രസിച്ചോട്ടെ, ഇനിയിപ്പോൾ അതാ ഇവനുമായിട്ട് സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അനുമോളുടെ മാനസികപരമായിട്ട് തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ജീവൻ എന്ന് പറയുന്നവനെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ പഴയ ഈ മത്സരാർത്ഥികളുടെ ഡിവോഴ്സായ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഒക്കെ കൊണ്ടുപോവാ. അങ്ങനെ ആകുമ്പോൾ അതല്ലേ വേണ്ടത്, അല്ലാതെ അനുമോളക്കിട്ട് മാത്രമാണ് പണി കൊടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരിയോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സഹോദരിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹിന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നന്നാകും. അതായത് മോളെ ഒറ്റയ്ക്ക് കളിക്കുക, നിന്റെ ഈ പ്ലാച്ചിയും കരച്ചിലും വിടുക. അതുമാത്രമല്ല ആദില നൂറമാരുടെ ആ കൈപ്പിടിയിൽ നിന്നും വെളിയിൽ വരിക. അവരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നടക്കുന്നവരെല്ലാവരും എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടവരാകും. വേറെ ഒന്നുമല്ല, ആദില നൂറമാരോട് ആയിരിക്കും പേഴ്സണൽ ശത്രുതയൊന്നുമില്ല. പക്ഷേ എങ്കിൽ ആദില കാണിച്ച ചില കാര്യങ്ങളുണ്ട്. ആദില എന്ന് പറയുന്ന ഒരു വ്യക്തി അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാതിരുന്ന അനീഷിനെ പുറകെ നടന്ന് ചൊറിഞ്ഞ് ജനങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അനീഷിനോടുള്ള ഇഷ്ടം കൂടുകയും ആദിലയോടുള്ള ഇഷ്ടം കുറയുകയുമാണ് ചെയ്തത്. അതുമാത്രവുമല്ല, ഷാനവാസ് ഇപ്പൊ ആദിലയുടെ കൂടെ കൂടി ഷാനവാസ് നെഗറ്റീവ് ആകുന്നുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അനുമോള് കൂടെ കൂടി അനുമോള് നെഗറ്റീവ് ആകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്കെല്ലാം ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അവിടെ നിൽക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ നെഗറ്റീവ് ആക്കി ആ ആർമി ഈ ആർമി, എനിക്കറിയില്ല കേട്ടോ, ഇങ്ങനെ ആർമികളുണ്ടോന്നും എനിക്കറിയില്ലേ. പല ഗ്രൂപ്പുകളിൽ ഇതിനൊരു ഗ്രൂപ്പുകളിൽ പറയുന്നുണ്ട് അനുമോളുടെ ഗ്രൂപ്പ് ഇതുപോലെ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന്. അതിനെതിരെയും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം അനുമോളോ അനുമോളുടെ ആരെങ്കിലും അറിഞ്ഞിനോ ഇത് തന്നെ അറിയില്ല. പക്ഷെ ഇങ്ങനെ വോയിസ് ആർക്ക് വേണമെങ്കിലും വിടാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അനുമോള് കളിച്ചു കഴിഞ്ഞാൽ അനുമോളൊക്കെ നല്ലത്, അനീഷ് കളിച്ചാൽ അനീഷിന് നല്ലത്. അല്ലാതെ ഇത് വേറെ ആർക്കും ഒന്നും വീതിച്ചു തരാനൊന്നും പോകുന്നില്ല. ഇപ്പൊ അനീഷിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ കോടന്നൂരേക്ക് കൊണ്ടുപോകും. അനുമോൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരവരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. ഷാനവാസിന് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇതല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് വേറെ ആർക്കും വീതിച്ചു തരാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നല്ലത് കളിക്കുന്നത് ആരാണ്? ഒരു ബിഗ് ബോസ് ഫാൻ എന്ന നിലയിൽ നല്ലത് കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ 5 പൈസയോ ഇല്ലെങ്കിൽ ഒരു ചായ പോലും ഒരാളുടെ കയ്യിൽ നിന്ന് മേണിക്കലും ഇല്ല, ആരും നമുക്ക് വാങ്ങിച്ച് തരാറുമില്ല. അതാണ് സത്യമാണെന്ന്. അതുകൊണ്ട് പറയുകയാണ്, ആർമി ഗീർമി എന്നൊന്നും പറഞ്ഞിങ്ങോട്ട് വരരുത്. ഇതൊക്കെ എന്ന് പറഞ്ഞ ഗെയിമാണ്. ആ ഗെയിമിൽ നല്ല രീതിയിൽ കളിച്ചാൽ അവിടെ നല്ല സ്ഥാനം കിട്ടും. ആരുടെയെങ്കിലും കൂടെ പോയിട്ട് ഗ്രൂപ്പ് കളിച്ചാൽ ആ ഗ്രൂപ്പിന്റെ സ്ഥാനം കിട്ടുള്ളൂ. ഇപ്പൊ എന്തുകൊണ്ടാണ് ആര്യനും ജിസയിലും പിരിഞ്ഞത്? ആര്യനും ജിസയിലും മനസ്സിലായില്ലേ, ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വെറുക്കും. ഇന്നലെ വന്നിട്ട് കൃത്യമായിട്ട് ദിയാസാന പോലെയുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്തില്ലേ, നിങ്ങൾ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വെറുക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് പുറത്തിറങ്ങി. അനീഷിന് മനസ്സിലായി ഈ ഗ്യാങ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന്. ഇപ്പോഴും മനസ്സിലാകാത്തത് ഷാനവാസിനാണ്. ഷാനവാസ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. ഞാൻ പറയുകയാണ്, ഷാനവാസ് ഒരു സംഭവമല്ല. അവിടെ ഇപ്പോഴും ജയിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നത് അനീഷിന് മാത്രമാണ്. അനീഷ് മാത്രം വിന്നർ ആകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.